ഗിൽഫോർഡിൻ്റെ തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റിൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഡയമെൻഷന് 5 സബ്ഡിവിഷൻസ് ഉണ്ട് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ 5 സബ്ഡിവിഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലെ കൊഗ്നീഷൻ എന്ന് പറയുന്നത് അറിയുക, അതായത് ഇൻഫർമേഷൻ മനസ്സിലാക്കുക. അടുത്ത് വരുന്നതാണ് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റെക്കോർഡ് ചെയ്യുക. രണ്ടാമത്തത് അത് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യുക. അടുത്തത് വരുന്നതാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോബ്ലത്തിന് പലതരം സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അടുത്തതാണ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോബ്ലത്തിന് ഒരു സിംഗിൾ സൊല്യൂഷൻ കണ്ടെത്തുക. ഏറ്റവും അവസാനം വരുന്നതാണ് ഇവാലുവേഷൻ, അതായത് ജഡ്ജ് ചെയ്യുക. നമ്മൾ കണ്ടെത്തിയ ഇൻഫർമേഷൻ ആക്യുറേറ്റ് ആണോ എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇൻ്റലിജൻസിൻ്റെ ഒരു പാർട്ടാണ്.